വയനാട് മാനന്തവാടിയിൽ കർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കി. കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. സ്ഥലത്ത് കുങ്കിയാനകളുമായി തിരച്ചിൽ നടത്തുകയാണ്. കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് മാനന്തവാടി താലൂക്കിൽ UDF ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. വിവരങ്ങളുമായി അനൂപ് വർഗീസ് ചേരുന്നു. അനൂപ്, കടുവയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു, ഒപ്പം പ്രതിഷേധങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ? സിജി, മാനന്തവാടിയിൽ ഇന്നലെ കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ വനപാലകരുടെ വലിയൊരു സംഘം തന്നെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. കുങ്കി ആനകളെ ഇന്നലെ രാത്രി തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് തന്നെ ഈ തോട്ടത്തിൽ തന്നെ കൂടും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 10 മണി വരെ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വനപാലകരുടെ സംഘം കുങ്കി ആനകളുടെ അടക്കമുള്ള സഹായത്തോടുകൂടി വലിയ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുവരെയും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വകവെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലുള്ള ആളുകളെല്ലാം ആരും തന്നെ പുറത്തിറങ്ങരുതെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. കർഷകൻ മരണപ്പെട്ട സംഭവത്തിൽ ഇന്ന് മാനന്തവാടി താലൂക്കിൽ UDFന്റെയും BJPയുടെയും ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹർത്താൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഉയരുന്നത്. ഇപ്പൊ കൊല്ലപ്പെട്ട തോമസിന്റെ കുടുംബം 3 ആവശ്യങ്ങളാണ് പ്രധാനമായും സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. 1 കോടി രൂപ നഷ്ടപരിഹാരം അനുവദിക്കുക, കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി അനുവദിക്കുക, കടുവയെ ഉടൻ തന്നെ പിടികൂടുക. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമാണ് മൃതദേഹം അടക്കാൻ ചെയ്യുമെന്ന് തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ചേർന്ന യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ പോലീസ് സന്നാഹവും ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ നിയമപരമായി തന്നെ നിലനിൽക്കണമെന്ന ആവശ്യം തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഇപ്പോൾ വയനാട്ടിൽ വന്യജീവി സംഘർഷം അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാടും നാടും തമ്മിൽ വേർതിരിക്കണമെന്ന ആവശ്യവും വളരെയധികം ഉയർന്നിട്ടുണ്ട്. കർഷകന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി കർഷക സംഘടനകളും ഇപ്പോൾ മാനന്തവാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി അനൂപ്.